ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. നിനക്ക് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. നിൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന്, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു ജ്വലനം സംഭവിക്കട്ടെ എന്ന് ഈ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആത്മാവിന് വേണ്ടി ഇന്ന് നീ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഈശോ നൽകിയ സഹായകനാണ്, ഈശോ നൽകിയ വാഗ്ദാനമാണ്, ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുവാനും നയിക്കുവാനുമായിട്ട് ഈശോ നൽകിയ വ്യക്തിയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പിന്നീട് സഭയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, പന്തക്കുസ്ത സുദിനത്തിലാണ് സഭ ജന്മമെടുക്കുന്നത്. സഭയുടെ ജന്മദിനം കൂടിയാണ്. സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നമുക്കറിയാം, ഈശോയുടെ ശിഷ്യന്മാർ ശക്തിയോടുകൂടി, പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാർ ശക്തിയോടുകൂടി ഈശോയെ പ്രഘോഷിക്കുന്നുണ്ട്. സഹനങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ അത് കൂസാക്കാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം അവരെ നയിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ആത്മാവിന് വേണ്ടി നീ ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ആത്മാവിൻ്റെ ജ്വലനം നിൻ്റെ ഉള്ളിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ശക്തികളെ നീ പേടിക്കേണ്ടതായിട്ടില്ല. ഈ ആത്മാവ് എല്ലാ മേഖലകളും നിന്നെ നയിച്ചുകൊള്ളും, എല്ലാ മേഖലകളും നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളും, എല്ലാ കാര്യങ്ങളും നിനക്ക് വ്യക്തമായിട്ട് തരും. ഇന്ന് കുറച്ച് സമയം കണ്ടെത്തണം. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ശക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ, ഇന്നേ ദിവസം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വ്യക്തിയിലേക്ക് നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു ജ്വലനം ഈ വ്യക്തി സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.